നല്ല മഴയാട്ടോ. നല്ല മഴയത്ത് അതും നൂറ് ലേക്കിലൊക്കെ പോയിട്ട് ഇവിടെ തിരൂരിലുള്ള നൂറ് ലേക്കിലൊക്കെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോയാലോ? അടിപൊളിയല്ലേ? പോയാലോ അല്ലേ? ഇന്ന് നമ്മുടെ ചങ്കിൻ്റെ ചങ്കായിട്ടുള്ള ഖദീജാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവളുടെ ഒരു കുഞ്ഞ് ആഗ്രഹമാണ് ഞങ്ങളിപ്പോൾ നടത്തി കൊടുക്കാൻ പോകണം കേട്ടോ. അവളുടെ ഈ ചിന്തയെ തെറ്റായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. കാരണം സ്റ്റാറ്റസും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി കിട്ടപ്പോൾ അവളുടെ ക്വസ്റ്റ്യൻ എന്താണ്? പക്ഷേ അതിലെന്താ തെറ്റുള്ളത്? മറ്റുള്ളവരുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ബർത്ത്ഡേ നമുക്ക് ആഘോഷിച്ചുകൂടാ? നമുക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നീട്ടി വെക്കണോ? ജീവിതമാണ്, അത് നിമിഷങ്ങൾക്ക് മാത്രം വിലപ്പെട്ടത്. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് നമുക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ സന്തോഷത്തൊക്കെ മാറ്റി നിർത്തിപ്പെടണോ? വേണ്ടല്ലോ. ഇതൊരു ആഘോഷമായിട്ടൊന്നും ആരും കാണണ്ട കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു സന്തോഷം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. കുറച്ചു നേരം നമുക്ക് വേണ്ടിയിട്ടും ഒന്ന് നമുക്ക് സന്തോഷിക്കാം അല്ലേ? എന്തായാലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്, അതും നല്ലൊരു മഴയത്ത്. ആദ്യമായിട്ട് 36-ാം വയസ്സിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ബർത്ത്ഡേ. ഞാനല്ല, ഖദീജ. അത് മഴയിൽ പോയി വാനമ്പാടി മാലാഖയായിരിക്കുന്നു. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ കാത്തിരിക്കുന്ന, മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുന്ന 2 പേരുണ്ട്, നമ്മുടെ ഡെക്കറേറ്റിംഗ് ടീം. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അവരും താനൂർക്കാരാണ്. അപ്പം വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ഒരു സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കോണ്ടാക്ട് ചെയ്യാം. സത്യത്തിൽ ഞാനും ഈ സംഭവം കണ്ടപ്പോഴാട്ടോ, ഇത്രത്തോളം വളരെ എക്സ്പെൻസ് കുറച്ചിട്ട് ചെയ്യുന്ന ഒരു ആഘോഷങ്ങളൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെയോ ഒരുപാട് ഡെക്കറേഷനൊക്കെ കൊടുത്ത് ഒരുപാട് ചിലവാക്കും. പക്ഷേ ഇതാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഈ ഒരു സാധനം കൊണ്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കളറാക്കാം ഓരോ ആഘോഷങ്ങളൊക്കെ കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ സെറ്റാക്കി തരും. നമ്മുടെ പേരാണെങ്കിലും എന്ത് വേണം തീമെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ 100 ലേക്കിലെത്തിയപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലം കണ്ടെത്തി പോയി നോക്കിയപ്പോൾ അവിടെ ഒരു വയസ്സായ കുട്ടിയുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം, ഒരു സന്തോഷിച്ച നിമിഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവൾ പറയുക ഇത് തന്നെയായിരിക്കും. കാരണം എത്രത്തോളം സന്തോഷിച്ചിട്ട് അവൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എല്ലാം കളറാക്കി ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ട് നേരെ എവിടേക്ക് വിട്ടു? തിരൂരിലെ കലീസ് റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ടാറ്റാ. വീഡിയോ നമുക്ക് ഓരോ പീസ്